അച്ഛൻ പറഞ്ഞ കഥകളുടെ 15-ാം ഭാഗം പറയുന്നത് അർജുനൻ്റെയും ഹനുമാന്റെയും കണ്ടുമുട്ടലിൻ്റെ കഥയാണ്. ഒരു പ്രത്യേക സന്ദർഭത്തിൽ ശ്രീരാമനേക്കാൾ വലിയ വില്ലാളിയാണ് താനെന്ന അഹംഭാവം അർജുനനിൽ വേരുറക്കുകയും ശ്രീരാമ സാന്നിധ്യത്തിൽ തന്നെ ഹനുമാനിലൂടെ കിട്ടുന്ന തിരിച്ചടിയുമാണ് ഈ കഥയുടെ ഇതിവൃത്തം. ശ്രീകൃഷ്ണയുഗമായ ദ്വാപരയുഗത്തിലെ ശ്രീരാമ സാന്നിധ്യം വെളിവാകുന്ന ഈ കഥയ്ക്ക് പശ്ചാത്തലമാകുന്നത് രാമസേതുവാണ്. രാമസേതുവിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. രാവണൻ്റെ ലങ്കയിലെത്തി സീതയെ വീണ്ടെടുക്കാനായി ശ്രീരാമൻ വാനരപ്പടയുടെ സഹായത്തോടെ രാമേശ്വരത്തിനും ലങ്കയ്ക്കുമിടയിൽ നിർമ്മിച്ച പാലമാണ് രാമസേതു. ദേവന്മാരുടെ ശില്പിയായ വിശ്വകർമാവിൻ്റെ മകൻ നളൻ എന്ന വാനരൻ രൂപകൽപ്പന ചെയ്ത രാമസേതു നളസേതു എന്നും അറിയപ്പെടുന്നു. തിരികെ കഥയിലേക്ക്. ഒരിക്കൽ അർജുനൻ രാമേശ്വരം സന്ദർശിക്കുകയും രാമസേതുവിൻ്റെ അടുത്തെത്തുകയും ചെയ്തു. രാമസേതു എന്ന അത്ഭുത സൃഷ്ടി നോക്കി നിൽക്കെ അർജുനൻ്റെ മനസ്സിൽ നിരവധി ചോദ്യങ്ങൾ ഉയർന്നു. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വില്ലാളി വീരൻ ശ്രീരാമനാണ് എന്ന കാര്യം ശ്രീകൃഷ്ണനും ഭീഷ്മരും തന്നോട് പറഞ്ഞിട്ടുള്ളത് അർജുനൻ ഓർത്തു. തന്നേക്കാൾ വലിയ വില്ലാളി വീരനാണ് രാമനെങ്കിൽ രാമൻ എന്തിനാണ് രാമേശ്വരത്തിനും ലങ്കയ്ക്കും കുറുകെ കേവലം ഒരു പാലം നിർമ്മിക്കാൻ വേണ്ടി നളൻ്റെയും വാനരപ്പടയുടെയും ഒക്കെ സഹായം തേടിയത്? പകരം തൻ്റെ അസ്ത്രത്താൽ ഒരു പാലം നിസ്സാരമായി നിർമ്മിക്കാമായിരുന്നില്ലേ? തനിക്ക് സാധിക്കുമല്ലോ എന്നിങ്ങനെ അർജുനൻ ചിന്തിച്ചു. അങ്ങനെയുള്ള രാമനെ തന്നേക്കാൾ വലിയ വില്ലാളിയായി കരുതാൻ എങ്ങനെ സാധിക്കും എന്ന് അർജുനൻ്റെ അഹംഭാവം അർജുനനെ കൊണ്ട് ചിന്തിപ്പിച്ചു. അർജുനൻ്റെ ഉള്ളിൽ നിറഞ്ഞ അഹന്തയെപ്പറ്റി ബോധവാനായ ശ്രീകൃഷ്ണൻ അത് ശമിപ്പിക്കാനായി ഹനുമാന്റെ സഹായം തേടി. അങ്ങനെ രാമസേതുവിൻ്റെ അടുത്ത് ഗന്ധമാദന പർവ്വതത്തിലിരുന്ന് ശ്രീരാമനെ ധ്യാനിക്കുകയായിരുന്ന ഹനുമാൻ ശ്രീകൃഷ്ണൻ്റെ അടുത്തെത്തുകയും അർജുനൻ്റെ അഹന്ത ശമിപ്പിക്കാമെന്ന് കൃഷ്ണന് വാക്ക് നൽകുകയും ചെയ്തു. അങ്ങനെ ഹനുമാൻ ഒരു വൃദ്ധ വാനരൻ്റെ രൂപത്തിൽ രാമസേതുവിൻ്റെ അടുത്തായി ധ്യാനഭാവത്തിൽ ഇരിപ്പുറപ്പിച്ച് ശ്രീരാമ മന്ത്രം ഉരുവിട്ടുകൊണ്ടിരുന്നു. അടുത്തെത്തിയ അർജുനൻ വൃദ്ധവാനരനെ കാണുകയും ശ്രീരാമ മന്ത്രം ഉരുവിടുന്നത് കേൾക്കുകയും ചെയ്തു. അർജുനൻ്റെ ഉള്ളിൽ പുച്ഛം തോന്നുകയും വൃദ്ധവാനരനോട് ശ്രീരാമനാമം ഉരുവിടേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നും ശ്രീരാമൻ അത്രയ്ക്ക് കഴിവുള്ള ആളൊന്നുമല്ലല്ലോ എന്നും പരിഹാസരൂപേണ ചോദിച്ചു. രാമസേതുവിനെ ചൂണ്ടിക്കാട്ടി ഇത്തരമൊരു പാലം നിർമ്മിക്കാൻ തനിക്ക് അസ്ത്രത്താൽ സാധിക്കുമല്ലോ എന്ന് പറഞ്ഞ അർജുനനോട് വാനരപ്പടയുടെ ഭാരം ഉൾക്കൊള്ളാൻ അസ്ത്രത്താൽ നിർമ്മിച്ച പാലത്തിന് കഴിവില്ലെന്നും അതിനാലാണ് രാമൻ അതിന് മുതിരാഞ്ഞതെന്നും ഹനുമാൻ മറുപടി പറഞ്ഞു. അർജുനൻ ഒരു പാലം നിർമ്മിച്ചു കാണിച്ചാൽ വൃദ്ധവാനരനായ താൻ അതിൻ്റെ ബലം പരിശോധിക്കാമെന്നും തന്നെ വഹിക്കാൻ പാലത്തിന് സാധിച്ചാൽ രാമനേക്കാൾ വലിയ വില്ലാളിയാണ് അർജുനൻ എന്ന കാര്യം താൻ അംഗീകരിക്കാമെന്നും ഹനുമാൻ പറഞ്ഞു. ഒരു പടി കൂടി കടന്നു സംസാരിച്ച അർജുനൻ തനിക്കതിന് സാധിച്ചില്ലെങ്കിൽ അഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്യാൻ താൻ തയ്യാറാണെന്ന് വരെ പറഞ്ഞു. അർജുനൻ്റെ അഹങ്കാരം അങ്ങനെ പറയിപ്പിച്ചു എന്നതാവും ശരി. അങ്ങനെ നിമിഷങ്ങൾക്കകം അർജുനൻ തൻ്റെ ദിവ്യാസ്ത്രങ്ങളാൽ രാമസേതുവിനടുത്തായി ഒരു പാലം നിർമ്മിച്ചു. എന്നാൽ ഹനുമാൻ കാലെടുത്ത് വച്ച മാത്രയിൽ പാലം തകർന്നു വീണു. സാധാരണക്കാരനല്ല വൃദ്ധവാനരൻ എന്ന് മനസ്സിലാക്കിയ അർജുനൻ മറ്റു വഴിയില്ലാതെ വാക്കുപാലിക്കാനായി ആത്മാഹുതിക്കൊരുങ്ങി. ഇത്രയുമായപ്പോൾ തൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കൃഷ്ണൻ ഒരു ബ്രാഹ്മണ വേഷത്തിൽ അവിടെ എത്തുകയും കാര്യം ചോദിച്ചറിയുകയും ചെയ്തു. പന്തയത്തിന് സാക്ഷിയില്ലാത്തതിനാൽ അത് അസാധുവാണെന്നും ഒരിക്കൽ കൂടി അർജുനൻ പാലം നിർമ്മിക്കട്ടെ എന്നും ഒരു നിർദ്ദേശം ബ്രാഹ്മണൻ മുന്നോട്ട് വച്ചു. അങ്ങനെ വീണ്ടും അർജുനൻ അസ്ത്രത്താൽ പാലം നിർമ്മിക്കുകയും പക്ഷേ ഹനുമാൻ കയറി നിന്നിട്ടും യാതൊരു കേടുപാടുകളും വന്നതുമില്ല. വൃദ്ധബ്രാഹ്മണനെ നോക്കിയ ഇരുവരും കണ്ടത് വൃദ്ധബ്രാഹ്മണൻ ചോരയുമൊലിപ്പിച്ച് പാലത്തെ താങ്ങി നിർത്തുന്ന കാഴ്ചയാണ്. അർജുനന്റെ വീക്ഷണത്തിൽ വൃദ്ധബ്രാഹ്മണൻ ശ്രീകൃഷ്ണ രൂപം ഉൾക്കൊള്ളുകയും തൻ്റെ ജീവൻ രക്ഷിച്ചത് കൃഷ്ണനാണെന്ന് അർജുനൻ മനസ്സിലാക്കുകയും ചെയ്തു. അതോടെ അർജുനൻ്റെ അഹന്ത പാടെ ഇല്ലാതായി. അത്ഭുതകരമെന്ന് പറയട്ടെ, ഹനുമാന്റെ വീക്ഷണത്തിൽ ആ ബ്രാഹ്മണന് ശ്രീരാമരൂപമായിരുന്നു. ത്രേതായുഗത്തിൽ തന്നെ സേവിക്കുകയും പലവട്ടം തോളിലേറ്റുകയും ചെയ്ത ഹനുമാനെ തോളിലേറ്റണമെന്നത് തൻ്റെ ആഗ്രഹമായിരുന്നെന്ന് ശ്രീരാമൻ പറഞ്ഞു. ശ്രീരാമൻ അർജുനനോട് ക്ഷമിച്ചു എന്ന് മനസ്സിലാക്കിയ ഹനുമാൻ പന്തയത്തിൽ നിന്ന് പാടെ പിന്മാറി. ശേഷം ശ്രീരാമനെ വണങ്ങിയ ഹനുമാനും ശ്രീകൃഷ്ണനെ വണങ്ങിയ അർജുനനും അടുത്ത സുഹൃത്തുക്കളായി മാറുകയും ചെയ്തു. ഇങ്ങനെയാണ് ഹനുമാന്റെ സഹായത്തോടെ ശ്രീകൃഷ്ണൻ അർജുനൻ്റെ അഹന്ത ഇല്ലാതാക്കിയത്. ക്ഷമയോടെ കേട്ടിരുന്നതിന് നന്ദി. അച്ഛൻ പറഞ്ഞ കഥകളുടെ 16-ാം ഭാഗത്തിൽ കാണാം. താങ്ക് യു.